ദൈവീക രോഗശാന്തി അഥവാ ഡിവൈൻ ഹീലിംഗ് അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവസന്നിധിയിൽ താഴ്മയായി വിശ്വാസത്തോടുകൂടി ദൈവത്തോട് അപേക്ഷിക്കുന്നവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തമാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് മക്കളോട് അപ്പൻ പറഞ്ഞ വാഗ്ദത്തം പോലെ നമുക്കിന്നും അവകാശമായി നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരപ്പെടുത്താവുന്ന ഒരു വാഗ്ദത്തം. ദൈവിക രോഗശാന്തിയുടെ അനുഭവം പ്രാപിച്ചവരാണ് നമ്മളിൽ പലരും. ഒന്നല്ലെങ്കിൽ പല പ്രാവശ്യം ദൈവസന്നിധിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതായ സാക്ഷ്യം നമ്മൾക്ക് ഓരോരുത്തർക്കും ധാരാളം പറയുവാനുണ്ട്. എന്നാൽ ദൈവിക രോഗശാന്തി ചിലരിൽ അനുഗ്രഹം കൊണ്ടുവരും. മേൽക്കുമേൽ അനുഗ്രഹവും വീണ്ടും വീണ്ടും ദൈവത്തിൽ നിന്ന് സൗഖ്യവും വിടുതലും പ്രാപിച്ച് ഉയർച്ചയുള്ള ഒരു ജീവിതത്തിന് അവകാശികളായി തീരുവാൻ അവരെ കൊണ്ട് സാധിക്കും. എന്നാൽ വേറെ ചിലരിൽ ദൈവിക രോഗശാന്തി ശാപവും ശാസനയും കൊണ്ടുവരും. അതെന്താ ശാപവും ശാസനയും എന്ന് പറഞ്ഞത്? അതിനൊരു കാരണമുണ്ട്. തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്കൊരു പ്രഭാതം കൂടെ ദാനമായി തന്നല്ലോ. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വിടുതൽ ചിലരിൽ അനുഗ്രഹവും ചിലരിൽ ശാസനയും കൊണ്ടുവരും. വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു വിശ്വാസ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ അവയുടെ മാധുര്യം നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമുക്ക് അനുഗ്രഹത്തിന് പകരം അത് ശാപമായിട്ട് മാറും. എന്തുകൊണ്ട്? ഒരു ധനികനായ മനുഷ്യൻ ഒരു ദരിദ്രനായ ഒരുവനെ വിളിച്ച് അവന് നല്ല ഒരു സമ്പത്ത് ദാനമായി കൊടുത്തെന്നിരിക്കട്ടെ. ആ ദരിദ്രനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ ഒരു സമ്പത്തിനെയും ഒരു സമ്മാനത്തെയും പ്രാപിക്കുവാൻ അവന്റെ ജീവിതത്തിൽ ഒരു അർഹതയും ഇല്ലാതിരിക്കെ ഇങ്ങനെ സൗജന്യമായി അവന് ലഭിച്ചതായ ഒരു സമ്പത്ത് അല്ലെങ്കിൽ ഒരു സമ്മാനം, ഒരു ദാനം, ആ ദാനം കൊടുക്കുമ്പോൾ ആ യജമാനൻ അവനോട് ചില കാര്യങ്ങൾ പറഞ്ഞു വന്നിരിക്കട്ടെ. എങ്ങനെ അതിനെ ഉപയോഗിക്കണം, എങ്ങനെ അതിനെ സൂക്ഷിക്കണം, എങ്ങനെ അത് നിനക്ക് അനുഗ്രഹമാകും എന്നൊക്കെ അവനോട് പറഞ്ഞാൽ അവൻ അത് വളരെ കർശനമായി അനുസരിക്കുവാൻ ബാധ്യസ്ഥനാണ്. ഇല്ലായെങ്കിൽ വീണ്ടും അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യവും കഷ്ടതയും വന്നു കഴിയുമ്പോൾ ഈ യജമാനനിൽ നിന്ന് അവന് യാതൊരു ആദരവും ലഭിക്കുകയില്ല. മറിച്ച് അവന് ശാസന മാത്രമേ അവന് ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി നമുക്ക് തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ നാം അവിടെ കാണുന്നത് ഒരു കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ സമൂഹത്തിൽ നിന്ന് തള്ളപ്പെട്ടു. പുരോഹിതൻ അവനെ കുഷ്ഠരോഗി എന്ന് പറഞ്ഞ് എഴുതി തള്ളി. അവൻ്റെ പേരിൽ ഒരു കുഷ്ഠരോഗ സർട്ടിഫിക്കറ്റ് ആലയത്തിൽ സൂക്ഷിക്കുകയാണ്. മോശയുടെ ന്യായപ്രമാണത്തിന് പ്രകാരം അങ്ങനെയാണ്. യഹൂദന്മാരുടെ ഇടയിൽ ഒരു നിയമമുണ്ട്. ഒരു കുഷ്ഠരോഗി ആലയത്തിൽ പുരോഹിതൻ ചെന്ന് അവനെ സർട്ടിഫൈ ചെയ്യണം. അവൻ കുഷ്ഠരോഗിയാണോ അല്ലയോ എന്ന് പുരോഹിതനാണ് തീരുമാനിക്കുന്നത്. അവൻ കുഷ്ഠരോഗിയാണെങ്കിൽ അവൻ്റെ ഭവനത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും 4 പേർ കൂടുന്നിടത്തൊന്നും അവന് കൂടി വരാൻ കഴിയാതെ, ആരുമാരുമായിട്ടും ബന്ധപ്പെടാൻ കഴിയാതെ അവൻ ഒറ്റയ്ക്ക് പാർക്കണം, വേറിട്ട് നിൽക്കണം. അങ്ങനെ കുഷ്ഠരോഗികളായിട്ടുള്ളവർ എത്ര ധനിക കുടുംബത്തിലുള്ളവരാണെങ്കിലും ശരി, സമൂഹത്തിൽ നിന്നും ഭവനത്തിൽ നിന്നും തള്ളപ്പെട്ട് അവർ തെരുവിലെ ഭിക്ഷാടനം ചെയ്യുന്നവരായി, നിത്യജീവനത്തിന് വേണ്ടി ഭിക്ഷയാചിക്കുന്നവരായി മാറും. എന്നാൽ ഒരു കുഷ്ഠരോഗി യേശുവിനെ കണ്ട് യേശുവിൻ്റെ അടുത്ത് വന്ന് അവൻ്റെ നിർധനമായ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അവൻ സമൂഹത്തിൽ നിന്ന് വളരെ ധൈര്യമായി അന്യപ്പെട്ടിരിക്കുന്നു, പുരോഹിതൻ അവനെ പിന്തള്ളിയിരിക്കുന്നു എന്നെല്ലാം ചരിത്രങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം യേശുവിനോട് പറഞ്ഞു, ഗുരു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ വിടുതലാക്കണം, സൗഖ്യമാക്കണം, എന്നെ ശുദ്ധമാക്കണം. ഒരശുദ്ധി എന്നെ പിടികൂടിയിരിക്കുന്നു. കർത്താവ് അവൻ്റെ വാക്കും അവൻ്റെ മുട്ടുകുത്തലും അവൻ്റെ വാക്ചാതുര്യതകളും ഒക്കെ കേട്ടപ്പോൾ കർത്താവിന് തന്നെ അവനോട് മനസ്സലിവ് തോന്നി എന്നാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. അവനോട് കർത്താവ് പറയാണ്, യേശു പറയാണ്, എനിക്ക് നിന്നെ സൗഖ്യമാക്കുവാൻ മനസ്സുണ്ട്, വരിക. അങ്ങനെ അവൻ്റെ ശരീരത്തിൽ കർത്താവ് തൊട്ടു. ഒരു കുഷ്ഠരോഗിയെ ആരും തൊടില്ല, എങ്കിലും യേശു അവനെ തൊട്ടു, അവനെ സൗഖ്യമാക്കി. സൗഖ്യമാക്കിയതിന് ശേഷം 43-ാം വാക്യത്തിൽ നാം വായിക്കുന്നു,
അവനെ ശാസിച്ച് അമർച്ച ചെയ്തു. അതെന്തിനാണ് അവനെ ശാസിച്ചമർച്ച ചെയ്തത്? ഇവൻ വലിയൊരു വായാടിയാണെന്ന് ദൈവത്തിന് അറിയാം. കുഷ്ഠരോഗിയാണ്, കാര്യമൊക്കെ ശരിയാ. വാക്ചാതുര്യം കൊണ്ട് അഭിനയങ്ങൾ കൊണ്ട് ഇവന് ധാരാളം കാര്യങ്ങളൊക്കെ സാധിക്കാൻ ഇവനെ കൊണ്ട് സാധിക്കും, ഇവന് കഴിവുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കിയതിന് ശേഷം അവനെ ശാസിച്ചമർച്ച ചെയ്തു. അവനോട് പറഞ്ഞു, ആരോടും ഒന്നും മിണ്ടിപ്പോകരുത്, പറയരുത്. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാമോ? നീ പുരോഹിതന്റെ അടുത്ത് ചെല്ലണം. നിന്നെ അശുദ്ധനെന്ന് എഴുതി തള്ളിയ, നിന്റെ പേരിൽ ഒരു സർട്ടിഫിക്കറ്റ്, ഒരു അശുദ്ധ സർട്ടിഫിക്കറ്റ് എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് പുരോഹിതൻ അവിടെ. ആ പുരോഹിതന്റെ കയ്യിലുള്ളതായ അശുദ്ധ സർട്ടിഫിക്കറ്റ് അത് കീറുമാറ്, അത് മാറ്റം ചെയ്യുമാറ് നീ ശുദ്ധിയുള്ളവനായിരിക്കുന്നു, മനുഷ്യപുത്രൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, വിടുതലാക്കിയിരിക്കുന്നെന്ന് പുരോഹിതൻ അറിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നീ അവിടെ വിടായിട്ട് പാടിക്കൊണ്ട് നടക്കാതെ നേരെ പുരോഹിതന്റെ അടുത്ത് ചെല്ലണം. 45-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവനോ അവിടം വിട്ടുപോയി വളരെയധികം സംസാരിക്കുകയും അതിനെക്കുറിച്ച് പ്രസിദ്ധപ്പെടുത്തുകയും അതിനുശേഷം എഴുതിയിരിക്കുന്നു പ്രസംഗിക്കുകയും ചെയ്തു. വിടുതൽ അവനെ പ്രസംഗിയാക്കി. പ്രസ്തുത വിഷയത്തെക്കുറിച്ചോ എന്തിനെക്കുറിച്ചോ അവനങ്ങ് പ്രസംഗമാണ്. ഇവനൊരു പ്രസംഗിയാണെന്ന് കർത്താവിനറിയാം. അതുകൊണ്ടാണ് അവനെ ശാസിച്ചത്. അവൻ്റെ വാചകമടിയെ ശാസിച്ചു. നീ വാചകമടി പോലെ ഈ സൗഖ്യത്തെ നിന്റെ വാചകമടിയിൽ പെടുത്തരുത്. നിനക്ക് പ്രവൃത്തിയാൽ ഒരു വിടുതൽ വേണം, നിനക്കൊരു അംഗീകാരം വേണം, സമൂഹത്തിൽ നിൽക്കുവാൻ നിനക്കൊരു യോഗ്യതയുണ്ടെന്ന് തെളിയിക്കണം. നീ ആയിരിക്കും നിനക്ക് ലഭിച്ചതായ സൗഖ്യത്തെക്കുറിച്ച് നീ ഘനമായി ചിന്തിക്കണം. അവനോ അതൊരു പ്രസംഗ വിഷയമാക്കി മാറ്റി. അവൻ്റെതായ സ്വാർത്ഥത കൊണ്ട് അവൻ സൗഖ്യമായതുപോലെ പ്രസംഗിയായിട്ടങ്ങ് മാറി. പിറ്റേ ദിവസം മുതൽ പ്രസംഗിക്കുക. നാൽക്കവലുകളിലും കവലുകളിലും നാടുകളിലെല്ലാം ചെന്ന് പ്രസംഗിച്ചു. അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? 45-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് യേശുവിന് പട്ടണത്തിലൊന്നും പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, നിർജ്ജന പ്രദേശത്ത് പോയി താമസിക്കേണ്ടി വന്നു. നോക്കൂ, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അങ്ങനെ ഒരു ദുരവസ്ഥ, ഒരു സൗഖ്യം കാരണമുണ്ടായി. അനേക പട്ടണങ്ങളിൽ അനേകരോട് അനേക ഇടങ്ങളിൽ ജനക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന് പ്രസംഗിക്കേണ്ട കർത്താവിനെ ചില നാളുകൾ നിർജ്ജന പ്രദേശത്തേക്ക് തള്ളിവിടുവാൻ കർത്താവിൻ്റെ നാമത്തിനുള്ളതായ പ്രവർത്തനത്തിന് തടസ്സമായി ഈ സൗഖ്യം മാറ്റപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലരിൽ അത് അനുഗ്രഹവും ചിലരിൽ അത് ശാപവും ആയി മാറും. കർത്താവ് നമ്മെ സൗഖ്യമാക്കുമ്പോൾ ആ സൗഖ്യത്തോടുകൂടെ നമുക്ക് ചില ഉപദേശം തരും, ചില കൽപ്പനകൾ തരും. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇന്ന രീതിയിൽ നീ നിന്റെ സൗഖ്യത്തെ പരിപാലിക്കണം. നിനക്ക് കിട്ടിയിരിക്കുന്ന വിടുതലിനെ നിന്നിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ നീ ഇന്ന കാര്യങ്ങൾ നിർബന്ധമായി അനുസരിക്കണമെന്ന് കർത്താവ് നമുക്ക് ചില ശാസനകൾ തരും. അതിനെ അനുസരിച്ചില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? കർത്താവിൻ്റെ നാമത്തിന് അപമാനമായിട്ട് നാം മാറും. നമ്മുടെ പ്രസംഗത്തിന് വേണ്ടി സൗഖ്യത്തെ ഉപയോഗിക്കും. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ കുഷ്ഠരോഗം ഇപ്പോഴും നിന്നെ വിടാതെ കാവൽ നിൽക്കുകയാണ്. ഒരു ദിവസം ആ കുഷ്ഠരോഗം നിന്റെ പ്രസംഗത്തിൻ്റെ മധ്യത്തിൽ നിന്റെ മുൻപിൽ ആ കുഷ്ഠരോഗം വെളിപ്പെടും. സൗഖ്യത്തിനായി കർത്താവിൻ്റെ മുൻപിൽ ചെല്ലുമ്പോൾ കർത്താവ് നിന്നോട് പറഞ്ഞതായ ആ കൽപ്പനയെ ലംഘിച്ച കാര്യം കർത്താവ് നിന്നോട് പറയും. ദൈവത്തിന് സ്തോത്രം. യേശു അവനോട് പറഞ്ഞത്, നോക്കൂ, ആരോടും മിണ്ടിപ്പോകരുത്. എന്നാൽ അവനോ ഒരുപാട് പേരോട് സംസാരിച്ചു. മനുഷ്യപുത്രന്റെ ആ സൗഖ്യമാക്കുവാനുള്ള അധികാരത്തിന്റെ ആ ഘനമായ കാര്യത്തെക്കുറിച്ച് നിനക്കൊരു വ്യക്തത വരുന്നിടം വരെയും നീ അവിടെവിടായി പാടിക്കൊണ്ട് നടക്കരുത്. അത് പുരോഹിതന് വ്യക്തമായിട്ട് അറിയാം. ആ പുരോഹിതനെ കൊണ്ടുപോയി നീ കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവം നമുക്ക് തരുന്നതായ വിടുതൽ, കർത്താവ് തരുന്ന സൗഖ്യത്തോടുകൂടെ നമുക്ക് കർത്താവ് ഒരു ഉപദേശം തന്നിട്ടുണ്ടായിരിക്കാം. നമ്മുടെ ആത്മാവിൽ ഒരു വിടുതലിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തോട് ആത്മാവോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ചില ബോധ്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കാം. നമ്മുടെ മനസ്സാക്ഷിയോട് ചില കാര്യങ്ങൾ ആത്മാവ് സംസാരിക്കും. ഇന്ന രീതിയിൽ നിന്റെ സൗഖ്യത്തെ പരിപാലിക്കണം, നിന്റെ സൗഖ്യത്തെ നീ ബഹുമാനിക്കണം, നിന്റെ സൗഖ്യത്തെ നീ ആദരിക്കണം. ആ സൗഖ്യം അനേകർക്ക് വിടുതലായി തീരുവാൻ തക്കവണ്ണം, അനേക പട്ടണങ്ങളിൽ ഘോഷിക്കുവാൻ തക്കവണ്ണം അതൊരു മുഖാന്തരമായി തീരണം.
നാം സൗഖ്യത്തെക്കുറിച്ച് നല്ല വ്യക്തമായ അറിവില്ലാതെ പ്രസംഗികളായി തീരരുത്. സൗഖ്യം പ്രസംഗത്തിൻ്റെ വിഷയമല്ല, എന്നാൽ പ്രസംഗം സൗഖ്യത്തിന് കാരണമായി തീരണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലയിടങ്ങളിൽ നമ്മൾ നോക്കിയാൽ ഈ സൗഖ്യം എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ നിന്ന് ആർക്കോ എടുത്തു കൊടുക്കുന്ന ഇതൊരു ദാനമായിട്ടാണ് മനുഷ്യർ കണക്കാക്കുന്നത്. അവിടെ കർത്താവിന് പ്രസക്തിയില്ല, കർത്താവിൻ്റെ നാമത്തിന് അവിടെ പ്രവൃത്തിയില്ല. അവിടെ മാനുഷിക കരങ്ങളും മാനുഷിക ബുദ്ധികളുമാണ് ചലിക്കുന്നത്. സൗഖ്യം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. സൗഖ്യത്തിൻ്റെ ഉടയവൻ കർത്താവാണ്, ദൈവമാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഒരു മനുഷ്യനുമല്ല. ഒരു മനുഷ്യന് നമുക്ക് സൗഖ്യം വാങ്ങിത്തരാൻ കഴിയില്ല. ഒരു മനുഷ്യർക്ക് നമുക്ക് വിടുതൽ വാങ്ങിത്തരാൻ കഴിയില്ല, കർത്താവിന് മാത്രം. എന്നാൽ കർത്താവ് നമുക്ക് സൗഖ്യം തരുമ്പോൾ ആ സൗഖ്യത്തോടുകൂടെ നമുക്ക് ചില ഉപദേശങ്ങളും ചില കൽപ്പനകളും തരും. ആ കൽപ്പനകളെ ബഹുമാനിക്കുവാനും അനുസരിക്കുവാനും നാം ബാധ്യസ്ഥരാണ്. അങ്ങനെ അനുസരിക്കുമ്പോഴാണ് ആ സൗഖ്യം നമ്മളിൽ വാഴ്ച തുടങ്ങുന്നത്, നമ്മുടെ ഭവനത്തിൽ വാഴ്ചയെ ആരംഭിക്കുന്നത്. ആ സൗഖ്യത്തിൽ വളർച്ചയുണ്ട്. ഇല്ലായെങ്കിൽ ആ രോഗം നമ്മുടെ ഉള്ളിൽ എപ്പോഴും പതിയിരിക്കും. അത് സന്ദർഭം കിട്ടുമ്പോൾ, അവസരം കിട്ടുമ്പോൾ നമ്മെ വിഴുങ്ങിക്കളയും, വീണ്ടും നമ്മെ അസഹ്യപ്പെടുത്തും, വീണ്ടും നമ്മളെ രോഗികളാക്കും, വീണ്ടും നമ്മെ അശുദ്ധരാക്കും. മനുഷ്യരുടെ ഇടയിൽ നാം തിരസ്കരിക്കപ്പെടുന്നവരായി മാറും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് തരുന്ന സൗഖ്യം അല്ലെങ്കിൽ ദൈവിക രോഗശാന്തി ഒരു പൂർണ്ണ വിടുതലാണ്, അല്പമായ വിടുതലല്ല. അല്പം ഒരു രോഗിയോട് നമ്മൾ ചോദിച്ചാൽ എങ്ങനെയുണ്ട് അസുഖം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇച്ചിരി കുറവുണ്ടെന്നുള്ളതല്ല, കർത്താവ് തരുന്ന സൗഖ്യം പൂർണ്ണമായ വിടുതലാണ്, പൂർണ്ണമായ അശുദ്ധിയെ നീക്കം ചെയ്യലാണ്, പൂർണ്ണമായി നിന്നെ ശുദ്ധീകരിക്കലാണ്. ആ വെളിപ്പാട് നാം പ്രാപിക്കുന്നതിന് വരെ അതിനെക്കുറിച്ചുള്ളതായ ഒരു പൂർണ്ണമായ ഒരു പെർഫെക്റ്റ് ഡെലിവറൻസിനെ കുറിച്ചുള്ളതായ ഒരു റെവലേഷൻ നമ്മളിൽ വർക്കൗട്ട് ചെയ്യുന്നത് വരെ അതിനെക്കുറിച്ച് നമ്മൾ പ്രസംഗിച്ചുകൂടാ, അതിനെക്കുറിച്ച് നമ്മൾ വിവരിച്ചുകൂടാ. എന്നാൽ പുരോഹിതനെ നമ്മളെ തന്നെ കാണിച്ച് ഞാൻ ശുദ്ധിയുള്ളവനായിരിക്കുന്നു എന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടെ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ അപ്പിയറൻസിൽ, നമ്മുടെ പ്രത്യക്ഷതയിൽ നാം മറ്റുള്ളവർക്ക് സാക്ഷ്യമായി മാറണം. ആ സാക്ഷ്യം മറ്റുള്ളവരുടെ ഇടയിൽ പ്രകാശിപ്പിക്കപ്പെടും. മറ്റുള്ളവരെ രോഗസൗഖ്യത്തിന് വേണ്ടി കർത്താവിലേക്ക് ആനയിക്കപ്പെടും. ഇല്ലായെങ്കിൽ നാം കേവലം പ്രസംഗികളായി തീരുമ്പോൾ, സൗഖ്യത്തെ കച്ചവടം ചെയ്യുന്നവരായി മാറുമ്പോൾ കർത്താവിന് അവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല. കർത്താവ് നമ്മളിൽ നിന്ന് വിട്ട് നിർജ്ജന പ്രദേശത്ത് താമസിക്കുന്ന ഒരനുഭവം കർത്താവിന് വേണ്ടി നമ്മൾ സമ്മാനിക്കുകയാകും. ദൈവം നമ്മെ കണ്ട് ദുഃഖിക്കും, സ്വർഗം നമ്മെ കണ്ട് ദുഃഖിക്കും. നമ്മുടെ സൗഖ്യത്തെ കണ്ടുകൊണ്ട് സ്വർഗം ദുഃഖിക്കാൻ പാടില്ല, സന്തോഷിക്കണം. കർത്താവ് പറഞ്ഞതായ വാക്കുകൾ അനുസരിച്ച് ആ സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തലമുറകളിൽ നിലനിർത്തുവാൻ, വ്യാധികളിൽ നിന്നും അടിമത്തരങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ചുകൊണ്ട് ഒരു പൂർണ്ണമായ ശുദ്ധീകരണത്തിൻ്റെ അനുഭവം നമ്മുടെ ഭവനത്തിലും നമ്മൾ നിമിത്തം ഉണ്ടാകുവാൻ തക്കവണ്ണം അതൊരു കാരണമായി തീരണം. ഒരു കുഷ്ഠരോഗി നിമിത്തം ഒരു ഭവനം മുഴുവനും ശാപത്തിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കും. ഇന്ന വീട്ടിൽ ഇന്ന ആൾക്ക് കുഷ്ഠമുണ്ടെന്ന് അറിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് അറിയാം, ബാക്കിയുള്ളവർക്കും ഒരു പക്ഷെങ്കിൽ ഹെറിഡിക്ടറി ആയിട്ട് കുഷ്ഠം കാണും. സൂക്ഷിക്കണം. ആ ഭവനത്തിലുള്ളവരെല്ലാവരും ഒരു സംശയ ദൃഷ്ടിയിലാണ് വരുന്നത്. എന്നാൽ യേശു സൗഖ്യം തരുമ്പോൾ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിനക്ക് മാത്രമല്ല വിടുതൽ, നിന്റെ കുടുംബത്തിനും കൂടെ. കാരണം നിന്റെ കുഷ്ഠം നിമിത്തം കുടുംബം മുഴുവനും ഇപ്പോൾ ഒരു സംശയദൃഷ്ടിയിലാണ്, അല്ലെങ്കിൽ ഒരു അശുദ്ധമായ ഒരു പക്ഷത്താണ് നിൽക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിലെല്ലാം ഒരു വേർകൃത്യം ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ യേശു കൊണ്ടുവന്നതായ സൗഖ്യം, ആ പുരോഹിതനിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ്, ഇവൻ ശുദ്ധിയുള്ളവനെന്ന് ആ പുരോഹിതൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിന്റെ ഭവനം മുഴുവനും ഒരു രക്ഷാവലയത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. നമ്മുടെ ഭവനത്തെ രക്ഷയുടെ അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ പുകഴ്ചയുടെ അനുഭവത്തിലേക്ക്, അംഗീകാരത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നമുക്ക് തരുന്ന സൗഖ്യം അത് കാരണമായി തീരണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ നിന്ന് വീണ്ടും വീണ്ടും സൗഖ്യം പ്രാപിച്ച് നാം ജയത്തിന്മേൽ ജയം പ്രാപിക്കുന്നതായ, സൗഖ്യത്തിന്മേൽ സൗഖ്യം, വിടുതലിന്മേൽ വിടുതൽ പ്രാപിക്കുന്ന ജനമായി, ദൈവത്തിന് ഇഷ്ടമുള്ള ജനം, ദൈവത്തിന് മാന്യതയുള്ള ബഹുമാനമുള്ള ജനമായി മാറ്റപ്പെടുവാൻ ഈ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.